പിന്നെ ഫോൺ കോളിൽ വിളിച്ച് നെഗോസിയേഷൻ നടത്തുന്നുണ്ട്. റിപ്പോർട്ടർ ചാനലില് ഒരു മൊട്ട മണ്ടയാണ്. മൊട്ടത്തല അവൻ പേരെന്താ? അരുണാ? മൊട്ട മണ്ടയ അരുൺ, നീ കാരണമാണ് ഇത്രയും പ്രശ്നമായത് എന്റെ കുടുംബത്തിൽ. എന്ത് അടിസ്ഥാനത്തില് എന്നെ നീ വിളിച്ചു? എന്ത് അറിയാം നിനക്ക് അരുണെ? മൊട്ടത്തന്നെ നീ. ഭാര്യയുടെ നാടകം അവസാനിക്കുന്നില്ല സുഹൃത്തുക്കളെ. ഇപ്പൊ കുറച്ചു കാലമായിട്ട് സിനിമ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു. ആശാൻ ഇപ്പൊ വന്ന് ജീവിതത്തിലും അഭിനയിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഏറ്റവും ലേറ്റസ്റ്റ് ആയി നമ്മുടെ റിപ്പോർട്ടർ ടിവിയിലെ ഡോക്ടർ അരുൺകുമാറിനെതിരെയാണ് ഭാര്യ തിരിഞ്ഞിരിക്കുന്നത്. ആ മൊട്ട തെണ്ടിയാണ് എന്റെ ജീവിതം തകർത്തത്, അവന് തലക്ക് പുറത്തുമൊന്നുമില്ല അകത്തുമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബാല കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ബാലയും അരുൺകുമാറും തമ്മിലുള്ള പ്രശ്നത്തിലേക്ക് നമുക്ക് വിശദമായിട്ട് വരാം. അതിനു മുമ്പ് മൊത്തത്തിൽ ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ളത് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. എന്നാലേ കാര്യങ്ങൾക്ക് ഒരു വ്യക്തത കിട്ടത്തുള്ളൂ. ബാലയുമായി ബന്ധപ്പെട്ട് ഇപ്പൊ റീസെയിലിൽ നടക്കുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാലോ അല്ലെ. ബാലയ്ക്ക് അമൃത സുരേഷിൽ ഉണ്ടായ മകൾക്ക് ചെലവിന് കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളാണ് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ബാല തന്റെ 250 കോടിയുടെ സ്വത്തുക്കളെല്ലാം അമ്മയുടെയും ഏറ്റവും പുതിയ ഭാര്യയായിട്ടുള്ള കോകിലയുടെയും പേരിലേക്ക് എഴുതി വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്വന്തം മകൾക്ക് ചെലവിന് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബാല ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ആരോപണം. കോകിലയുടെ പെരുന്നാളിന്റെ അന്ന് മാധ്യമങ്ങളെല്ലാം വിളിച്ചു വരുത്തിയാണ് ബാല ഈ കാര്യം അനൗൺസ് ചെയ്തത്. കഴിഞ്ഞ 10 വർഷമായി ഒരാൾ എന്നെ ഉപദ്രവിക്കുകയാണ് എന്നും കോടതി കയറ്റി ഇറക്കുകയാണ് എന്നും ബാല കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമൃത സുരേഷിനെ ഉദ്ദേശിച്ചാണ് ഇങ്ങനെ പറഞ്ഞത്. അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ബാലയുടെയും അമൃത സുരേഷിന്റെയും ഡിവേഴ്സ് അഗ്രിമെന്റിൽ മകളുടെ പേരിൽ ഒരു ഇൻഷുറൻസ് തുടങ്ങണമെന്നും തുടർച്ചയായി 7 വർഷത്തേക്ക് 1 ലക്ഷം രൂപ വീതം ബാല ഇൻഷുറൻസ് അടയ്ക്കണമെന്നും കരാറിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ബാല തന്നെ പിന്നീട് വ്യാജമായ ഡോക്യുമെന്റുകൾ ഉണ്ടാക്കി ഈ ഇൻഷുറൻസ് ക്യാൻസൽ ചെയ്തു എന്ന് അമൃത സുരേഷ് പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ കേസാണ് ഇപ്പൊ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കേസിനെ കുറിച്ചാണ് ബാല പറഞ്ഞത്. അതിനു മുമ്പ് ഇരുവരുടെയും ഡിവേഴ്സ് കേസും നടന്നിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ എല്ലാം കൂടെ കഴിഞ്ഞ 10 വർഷമായി അമൃത തന്നെ ഉപദ്രവിക്കുകയാണ്, കോടതി കയറ്റി ഇറക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാല രംഗത്ത് വന്നു. പക്ഷെ ഇനിയിപ്പോ എന്റെ പേരിൽ സ്വത്തുക്കളൊന്നുമില്ല, ഞാൻ പാപ്പരായി, ഇനി എനിക്കെതിരെ കേസ് കൊടുക്കുന്നതും എന്നെ അറസ്റ്റ് ചെയ്യുന്നതും ഒക്കെ എനിക്കൊന്ന് കാണണമല്ലോ എന്നൊരു ധ്വനിയിലാണ് കോകിലയുടെ പിറന്നാൾ ദിവസം ബാല സംസാരിച്ചിരുന്നത്. അതായത് ഇനി മകൾക്ക് കൊടുക്കാനുള്ള പൈസയുടെ പേരും പറഞ്ഞ് ആരും എന്റെ അടുത്തേക്ക് വരാൻ നിൽക്കണ്ട, നയാ പൈസ തരില്ല എന്നാണ് ബാല പറയാതെ പറഞ്ഞത്. ഇത് പക്ഷെ അത്യാവശ്യം വിവാദമായി. സ്വന്തം മകൾക്ക് ചെലവിന് കൊടുക്കാനുള്ള മടി കൊണ്ടാണ് സ്വത്തുക്കൾ മുഴുവനും ഭാര്യയുടെയും അമ്മയുടെയും പേരിലേക്ക് എഴുതി വെച്ചത് എന്ന് പലരും പറഞ്ഞു. അതോടെ ബാല എന്താക്കി, പുതിയ വീഡിയോ ആയിട്ട് വന്നു. മകൾക്ക് കൊടുക്കാനുള്ളതെല്ലാം കോടതിയിൽ വെച്ച് താൻ കൊടുത്തിട്ടുണ്ട് എന്നാണ് വീഡിയോയിൽ ആശാൻ പറയുന്നത്. നമ്മൾ എന്തായാലും ഒന്ന് കണ്ടോക്കാം. എല്ലാവർക്കും നമസ്കാരം. സന്തോഷ വാർത്ത. ഇന്ന് കേസ് ഉണ്ടായിരുന്നു, ഇന്നില്ല. നാളെ ട്യൂസ്ഡേ 2-ാം തീയതി കേസ് വിളിച്ചിരിക്കുകയാണ്. ദർ ഇസ് നോ നെഗോസിയേഷൻ. ഇത് 10 വർഷം മുമ്പ് തീർന്ന ഒരു കാര്യം, 10 കൊല്ലം മുമ്പ് തീർന്ന കാര്യം. അപ്പോൾ എല്ലാവരും இந்த യൂട്യൂബേഴ്സ് ചില പൊരിക്കിങ്ങളാർ കാണുന്നില്ലേ, അവനെ എല്ലാവരും പറയുന്നു നിങ്ങൾ കൊടുത്തു കഴിഞ്ഞു, അറിവ് കെട്ടവങ്ങളാ. The settlement is done in the court, in front of the judge. Settlement is done in court, in front of the judge. ഒന്ന് പോടി, എന്ത് സെറ്റിൽമെന്റ് ആണ് നീ നടത്തിയെന്ന് ഇവിടെ നല്ലോണം എല്ലാവർക്കും അറിയാം. മകളുടെ പഠിത്തം, കല്യാണം തുടങ്ങി ഭാവിയിലെ സകല ആവശ്യങ്ങൾക്കും വേണ്ടി 15 ലക്ഷം രൂപയാണ് അമൃത കോടതിയിൽ ആവശ്യപ്പെട്ടത്. അത് നീ കൊടുത്തു. കൊടുക്കാതെ വേറെ വഴിയില്ല, കാരണം കോടതി വിധിയാണല്ലോ. അങ്ങനെ ആ 15 ലക്ഷം മകളുടെ പേരിൽ എഫ്ഡി ഇട്ടു. അവൾക്ക് പ്രായപൂർത്തിയാകുമ്പോൾ അതെടുക്കാം. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ തന്നെ മകളുടെ പേരിൽ ഒരു ഇൻഷുറൻസ് തുടങ്ങാനും കൂടി കോടതി ഉത്തരവിട്ടിട്ടുണ്ടായിരുന്നു. അവിടെയാണ് നീ ശരിക്കും സെറ്റിൽമെന്റ് നടത്തിയത്. നിന്റെ പണവും പിടിപാടും വെച്ച് നീ ഒരു വ്യാജ ഡോക്യുമെന്റ് ഉണ്ടാക്കി. അമൃതയുടെ ഒപ്പ് പോലും നീ വ്യാജമായിട്ടുണ്ടാക്കി. എന്നിട്ട് ആ ഇൻഷുറൻസ് നീ അങ്ങോട്ട് ക്യാൻസൽ ചെയ്തു. ഇത് ഞാൻ പറഞ്ഞ അമൃത തന്നെ പറഞ്ഞ കാര്യങ്ങളാണ്. സംശയം ഒന്ന് കേട്ടു. ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കഴിഞ്ഞ കേസിൻ്റെ കോഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ സൈഡിൽ നിന്ന് കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഒക്കെ ആയിട്ട് ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഹൈക്കോടതിയിൽ നിന്ന് ഇത് വരുമല്ലോ. അങ്ങനെ വന്ന് അപ്പോൾ ഞങ്ങളും ലോയറും ഒക്കെ കൂടെ നോക്കുന്ന സമയത്ത് ഞങ്ങളുടെ മാരേജ് എഗ്രിമെൻറ്റിൻ്റെ ഒരു കോപ്പി അതിനകത്ത് അവരുടെ സൈഡിൽ നിന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഡോക്യുമെൻറ്റ്സ് ഞങ്ങൾ പരിശോധിച്ചപ്പോൾ അതിലൊരു പേജ് മൊത്തത്തിൽ വേറെയാണ്, എൻ്റെ സിഗ്നേച്ചർ അടക്കം വേറെയാണ്. അപ്പോൾ ആ പേജിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോൾക്ക് ആകെപ്പാടെ കൊടുത്തിരിക്കുന്ന ഒരു ഇൻഷുറൻസ് പോളിസി ഉണ്ട് HDFCയിൽ. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു പേജാണ്. അപ്പോൾ അതിനകത്ത് മകൾക്ക് മെച്യൂർ ആയതിനു ശേഷം മാത്രം അവൾക്ക് മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഡോക്യുമെൻറ്റ്സ് പരിശോധിച്ചപ്പം ഈ ഒരു സംഭവമാണ് മിസ്സിങ്. മാത്രമല്ല, എന്നിട്ട് ആ ഒരു ഫുൾ പേജേ ഫോർജ്ഡ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്, മൊത്തം വ്യത്യാസം. അപ്പോൾ എനിക്ക് സംശയം തോന്നിയിട്ട് ഞാൻ HDFC ബാങ്കിൽ വിളിച്ച് ചോദിക്കും. അവിടെ വിളിച്ചു ചോദിച്ചപ്പോഴാണ് അറിയുന്നത് ആ ഇൻഷുറൻസ് മൊത്തം സറണ്ടർ ചെയ്യുകയും പിന്നെ അതിനകത്തുള്ള പൈസ മൊത്തം എടുക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ കേസ് നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ലീഗൽ അഡ്വൈസ് എങ്ങനെയായിരുന്നു, നമ്മൾ
ഇതൊരു കേസായിട്ട് മുമ്പോട്ട് പോകണം, നമുക്ക് അങ്ങനെ ഒരു കേസായിട്ട് പോകാനൊന്നും ആഗ്രഹിച്ചിട്ടുണ്ടൊന്നുമല്ല. കാരണം പാപ്പുവിനാണെങ്കിൽ പോലും ഞാനാണിപ്പോൾ അവളുടെ ഒരു ഗാർഡിയൻ അല്ലേ, അപ്പോൾ അവൾക്ക് അവകാശപ്പെട്ട ഒരു സംഭവമാണ്. അവൾക്ക് ആകെ കിട്ടുന്ന കുറച്ച് മെച്യൂർ ആയതിനു ശേഷം ആകെ കിട്ടുന്ന കുറച്ച് പൈസയാണ്, അതും എടുത്തു എന്ന് പറയുമ്പോൾ അത് ഭയങ്കര വിഷമമുള്ളൊരു കാര്യമല്ലേ. നമുക്ക് കേട്ടല്ലോ. അതുകൊണ്ട് നീ കോടതിയിൽ സെറ്റിൽമെന്റ് ഉണ്ടാക്കിയതിനെ കുറിച്ചൊന്നും വലിയ ഡയലോഗ് അടിക്കേണ്ട പോനെ. സ്വന്തം മോൾക്ക് കൊടുക്കാനുള്ള പൈസയിൽ പോലും കൈയിട്ട് വാരിയവനാണ്. അങ്ങനെയുള്ള നിനക്ക് യൂട്യൂബർമാരോട് പുച്ഛം അല്ലെ? എന്താ നീ വിളിച്ചത്? പെറുക്കുകൾ എന്നല്ലേ? ആടാ, ഞങ്ങൾ പെറുക്കും. നിന്റെ ഉടായ്പകൾ ഓരോന്നോരോന്നായി പെറുക്കിയെടുത്ത് ജനങ്ങൾക്ക് മുന്നിൽ ഇട്ട് കൊടുക്കും. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണല്ലോ നിനക്ക് യൂട്യൂബർമാരോട് ഇത്ര ചൊറുക്ക്. എന്തായാലും നീ ബാക്കിയോട് പറഞ്ഞാട്ടെ. ചെക്കില്ല, ഡി ഡി കൊടുക്കണം. കൊടുത്തു കഴിഞ്ഞു, എന്നിട്ടും കൊടുക്കാൻ പോയപ്പോഴാണ് ഇത്രയും പ്രശ്നം വന്നത്. അണ്ടർസ്റ്റാൻഡ് മൈ ഫീലിങ്സ്. 100 പേരില്ലെങ്കിൽ ഒരു 10 പേരെങ്കിലും എന്നെ വിശ്വസിക്കും. 10 പേര് പോയിട്ട് ടോയ്ലറ്റിൽ ബാക്കി കിടക്കുന്ന പോയിന്റ് ഒന്നും കീടാണ് പോലും നിന്നെ വിശ്വസിക്കാൻ പോണില്ല. കേട്ടോടാ അറിവ് കെട്ട മുത്തുമണി. അങ്ങനെ ഇപ്പൊ നീ നിന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി 10 പേരുണ്ടാക്കണ്ട. നിന്റെ സെന്റി അടിയിൽ വീണിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ കാലമൊക്കെ കഴിഞ്ഞു പോച്ച്. അതുകൊണ്ട് അണ്ണാച്ചി തൽക്കാലം വിട്ടുപിടി. ബാക്കി പറഞ്ഞാൽ നാളെയും കേസ്. സന്തോഷ വാർത്ത. നാളെ എനിക്ക് നിയമം കിട്ടണം. നാളെ എനിക്ക് നിയമം കിട്ടിയിരിക്കണം. ഈ കേരളത്തിൽ എനിക്ക് കിട്ടിയിരിക്കണം. കോർട്ട് പറയണം. നിയമമല്ലട മൊയ്തേ, നീതി കിട്ടണം. അങ്ങനെ പറ. പക്ഷെ സോറി മോഞ്ഞെ, നിനക്ക് നീതിയില്ല. നീതി അത് അർഹിക്കുന്നവർക്കല്ലേ കൊടുക്കാൻ പറ്റും. നിനക്ക് എങ്ങനെ തരും? നിനക്ക് വേണമെങ്കിൽ വേറൊരു സാധനം തരാം. അതും ഒരു തീയിലാണ് അവസാനിക്കുന്നത്. പക്ഷെ ആദക്ഷരം ചെറിയൊരു മാറ്റമുണ്ട്. വേണമെങ്കിൽ ചെറിയൊരു ക്ലൂ തരാം. കൂമനിലുണ്ട് കുയിലിലില്ല, കൂട്ടത്തിലുണ്ട് കുട്ടിയിലില്ല. ഇനി അങ്ങോട്ട് കൂട്ടി വായിച്ചു നോക്കും. നീയൊക്കെ അത്ര അർഹിക്കുന്നുണ്ട്. ഇനി നമ്മൾ ആദ്യം പറഞ്ഞ റിപ്പോർട്ടർ ടിവിയിലെ അരുൺകുമാറുമായിട്ടുള്ള ഇഷ്യൂ, അതിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് ബാല അരുൺകുമാറിനെതിരെ സംസാരിക്കുന്ന ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. എല്ലാവർക്കും നമസ്കാരം. അന്നേ പറഞ്ഞു 27-ാം തീയതി പിറന്നനാൾ അന്ന് ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറഞ്ഞു. നാളെ 2-ാം തീയതി കേസുണ്ട് അല്ലേ? டார்ச்சர் பண்றாங்க. எனக்கு പറയാനുള്ള ഒരു കാര്യമുണ്ട്. என் தம்பி தான் அனுபு. இதுக்கு முன்பு ஒண்ணுமே வேண்டான்னு പറഞ്ഞ ആളുകൾ, ഒന്നുമേ വേണ്ടാന്ന് മീഡിയ മുമ്പ് അഭിനയിച്ച് കരഞ്ഞ്, ക്യാമറ മുമ്പ് അഭിനയിച്ച് കരഞ്ഞ ആളുകൾ എന്നെ വിളിച്ച് വരുത്തി വയ്യാതിരിക്കുന്ന സമയത്ത് വിളിച്ചു വരുത്തിയെങ്കിൽ നന്നായി പോയി. നിങ്ങൾ പറഞ്ഞ പോലെ എനിക്ക് ഭാര്യയുടെ സ്വത്തും പണവും വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് അമൃത പൊട്ടിക്കരഞ്ഞൊരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് പലരും കരുതിയിരുന്നത് സ്വത്തിന് വേണ്ടിയിട്ടായിരുന്നു അമൃത ഡിവേഴ്സിന് ശ്രമിച്ചത് എന്നതാണ്. അമൃതയുടെ ഭാഗത്താണ് തെറ്റെന്നാണ് എല്ലാവരും അന്ന് കരുതിയിരുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു നെറേറ്റീവ് നിങ്ങൾ തന്നെ സമൂഹത്തിൽ സ്പ്രെഡ് ചെയ്തു. ഇടയ്ക്കും തലക്കും വന്നിരുന്ന ഓരോ ഫേസ്ബുക്ക് ലൈവുകൾ ചെയ്തു അമൃതയെ കുറ്റപ്പെടുത്തലായിരുന്നു നിങ്ങളുടെ മെയിൻ പരിപാടി. ആ സമയത്തൊക്കെ അമൃതയ്ക്ക് കിട്ടിയ സൈബർ അറ്റാക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ്. പക്ഷെ നിന്റെ തനി സ്വഭാവം എന്താണെന്ന് അധികം വൈകാതെ തന്നെ എല്ലാവരും അറിഞ്ഞു. നിന്റെ 2ാം ഭാര്യയായിട്ടുള്ള ഡോക്ടർ എലിസബത്തിന്റെ നാവിൽ നിന്ന് തന്നെ അത് പുറത്തു വന്നു. അതോടെ ആളുകൾക്ക് ഒരു കാര്യം മനസ്സിലായി, അമൃതയല്ല തെറ്റുകാരി, നിന്റെ ഭാഗത്താണ് തെറ്റെന്ന് എല്ലാവർക്കും മനസ്സിലായി. ഒരു സമയത്ത് നിന്റെ മകൾക്ക് ചെലവിന് കൊടുക്കാനുള്ള പൈസ പോലും നിന്നോട് ചോദിക്കാനോ അല്ലെങ്കിൽ അതിനു വേണ്ടി കേസ് കൊടുക്കാനോ പോലും അമൃതയ്ക്ക് പേടിയായിരുന്നു. കാരണം അമൃത നിന്റെ സ്വത്തിന് വേണ്ടി കളിക്കുകയാണെന്ന് നീ അടിച്ചിറക്കുമെന്നും നിന്റെ വാക്കുകൾ കേൾക്കുന്ന ആളുകൾ അമൃതയെ തേജോവധം ചെയ്യുമെന്നും അമൃതയ്ക്ക് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ടാണ് നിന്റെ പൈസ ഒന്നും വേണ്ട എന്ന് അമൃത പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നും അല്ലല്ലോ കാര്യങ്ങൾ. എല്ലാവരും സത്യം മനസ്സിലാക്കി. സോ മകൾക്ക് ചെലവിന് കൊടുക്കേണ്ട പൈസയിൽ പോലും നീ കൈയിട്ട് വാരിയപ്പോ അമൃത കേസ് കൊടുത്തു. അതിനിപ്പോ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. അവർക്ക് അർഹതപ്പെട്ട പൈസയാണ്. അത് കൊടുക്കാനുള്ള എല്ലാ ഉത്തരവാദിത്വവും നിനക്കുണ്ട് ബാലേട്ട. അത് നീ ആദ്യം മനസ്സിലാക്കുക. ബാക്കി പറഞ്ഞായി. നീ വന്നല്ലേ, ഇവ വന്നിരുന്നല്ലേ? 10-ാം തീയതിയാ? 9-ാം തീയതിയാ? ഞങ്ങൾ അവിടെ ഇരുത്തി വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള എക്സ്പീരിയൻസ് ഒന്നും അതെല്ലാം പോട്ടെ. പിന്നെ ഫോൺ കോളിൽ വിളിച്ച് നെഗോസിയേഷൻ നടത്തുന്നുണ്ട്. കേരളത്തിലുള്ള എല്ലായിടത്തും ഒരു ചോദ്യം ചോദിക്കാണ്, ഞാൻ എത്ര പേർക്ക് എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? എനിക്കറിഞ്ഞോടാ എന്ത് ചെയ്യണമെന്ന്. എനിക്കറിഞ്ഞോടാ, ഞാൻ അത്രയും ചെയ്തിട്ടുണ്ട്. നീ എന്ത് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് ബാലേട്ട? നീ നാട്ടുകാർക്ക് ചെയ്തു കൊടുത്തതിന്റെ കണക്ക് പറച്ചിൽ നിർത്ത്. അതവിടെ നിൽക്കട്ടെ. നീ നിന്റെ മകൾക്ക് വേണ്ടി എന്താണ് ചെയ്തു കൊടുത്തിട്ടുള്ളത്? എന്റെ മകൾക്ക് എന്തെല്ലാം ചെയ്തു കൊടുക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടെ എന്നോ 1-2 വട്ടം പറഞ്ഞല്ലോ നീ. എന്നിട്ട് എന്താ ഒന്നും ചെയ്തു കൊടുക്കാത്തത്? കണക്ക് പറയുന്നതല്ലാതെ ഒന്നും ചെയ്യുന്ന കാണുന്നില്ലല്ലോ. മകൾക്ക് കൊടുത്തതും കൂടി മുടക്കാൻ നോക്കുന്നതാണല്ലോ നമ്മൾ നോക്കുമ്പോ കാണുന്നത്. നീ ആരുടെ അടുത്താണ് ഈ ഊള സെന്റ് അടിക്കുന്നത്? നിന്റെ ഈ സെന്റ് അടി കേൾക്കുമ്പോൾ ഒഴിയാൻ മലയാളികൾ പൊട്ടന്മാരൊന്നുമല്ല. നീ ആദ്യം അത് മനസ്സിലാക്കുക. ബാക്കി പറഞ്ഞാലും അത്രയും കൊടുത്തിരിക്കാൻ ഇപ്പവും 2 ലക്ഷം രൂപ ചതിച്ചു എന്ന് പറഞ്ഞിട്ട് കോടതിയിൽ പറയുന്നു
அந்த ரிப்போர்ட்டர் சேனல்ல ஒரு மொட்டை மண்டைய இருக்கான். മൊട്ടത്തല അവൻ പേരെന്താ? അല്ലാ, ഇത്രയും ഫേമസ് ആയ മൂപ്പര് അറിയില്ലെങ്കിൽ നമ്മൾ പറഞ്ഞുതരാം. കേരളത്തിലെ ന്യൂസ് റിപ്പോർട്ടർമാർക്കിടയിൽ മൊട്ട എന്നറിയപ്പെടുന്ന ഒരാളേ ഉള്ളൂ, ഡോക്ടർ അരുൺ കുമാർ. നന്നായി ന്യൂസ് ഒക്കെ വായിക്കും. എന്ത് പറ്റി? നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വേഗം പറഞ്ഞാട്ടെ. അരുണാ, മൊട്ടമന്റെ അരുൺ, നീ കാരണമാണ് ഇത്രയും പ്രശ്നമായില്ല എന്റെ കുടുംബത്തിൽ. എന്ത് അടിസ്ഥാനത്തില് എന്നെ നീ വിളിച്ചു? എന്ത് അറിയാം നിനക്ക്? അരുണെ, മൊട്ടത്തന്നെ നീ മണ്ടയിലും ഒന്നുമില്ല, അകത്തും ഒന്നുമില്ല. എന്റെ അടിസ്ഥാനത്തിൽ വിളിച്ചെന്നെ. എന്താ ബാലേട്ട, ഇങ്ങനൊക്കെ പറയാൻ പാടുണ്ടോ? ഇതൊക്കെ തെറ്റല്ലേ? മണ്ടയിൽ പുറത്തൊന്നുമില്ല, അകത്തൊന്നുമില്ല എന്നൊക്കെ. പിന്നെ പറയുന്ന ആളെല്ലാം തികഞ്ഞ ആളായതുകൊണ്ട് കുഴപ്പമില്ല. എന്നാലും ഒരാൾ ഇങ്ങനെയൊക്കെ അപമാനിക്കാൻ പാടുണ്ടോ? ഇതൊക്കെ ഭയങ്കര മോശമാണ് കേട്ടോ. എന്തായാലും ബാക്കിയോട് പറഞ്ഞാട്ടെ. 15 ലക്ഷം രൂപ ഞാൻ ചതിച്ചു എന്ന് പറഞ്ഞിട്ട് എങ്ങനെ നിങ്ങൾ ന്യൂസ് ഇടും? അപ്പടിയാ? ആണോ? അവിടെ നിന്ന് തുടങ്ങിയതാ ഈ പ്രശ്നം. ഇത് എങ്ങനെ, എന്ത് അടിസ്ഥാനം? உங்களுக்கு ரெக்கார்ட்ஸ் இருக்கணும். ரெக்கார்ட்ஸ் இல்லாம ஒரு சேட்டலைட் சேனல், ரிப்போர்ட்டர் சேனல் எப்படி எங்க நீங்கள் அது பாருங்க. இஃப் யூ டேர் கம் இன் லைவ், எங்கிட்ட பேசு, லைவ்ல பேசு. அருண் தானே அவன் பேரு? மொட்டையா இருப்பான் அருண். லைவ்ல பேசு. என் குடும்பம் எவ்வளவு கஷ்டப்படுது മനസ്സിലാവുന്നുണ്ടോ? നീ പറഞ്ഞ ഒറ്റ ഒരു കള്ളത്തനം കൊണ്ട് ഒരു കുടുംബം നശിപ്പിക്കാനാണ്. പിന്നെ അവളുടെ ഇൻഫ്ലുവൻസ് ആയിരിക്കും. ആയിക്കോട്ടെ, ഞാൻ തെറ്റ് ചെയ്തില്ലെന്നുള്ള എല്ലാ എവിഡൻസും ഞാൻ കൊടുത്തു കഴിഞ്ഞു. ഞാൻ ഇട്ടിരിക്കുന്ന FD ഡെപ്പോസിറ്റ് എല്ലാം കൊടുത്തു കഴിഞ്ഞു. കോടതിയെ എങ്ങനെ പറ്റിക്കാൻ പറ്റും? നിങ്ങൾ മണ്ടന്മാരാണോ? കോടതി മുമ്പ് വെച്ചല്ലേ ഒപ്പിടുന്നത്, അവിടെ വെച്ചിട്ടല്ലേ ചെയ്യുന്നത്, കാശ് അവിടെ വെച്ചിട്ടല്ലേ കൊടുക്കുന്നത്, DD ആയിട്ട് കൊടുക്കുന്നത്. ഒരു ബോധം വേണ്ടേ? നിങ്ങൾക്ക് റിപ്പോർട്ടേഴ്സ് ആണോ? ഒരു ബോധം, നിങ്ങൾക്ക് അറിവില്ലേ? അറിവ് വേണ്ടേ? നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഇവിടെ അരുണെ എന്നെ വിളിക്കും. സിനിമാ സ്റ്റൈലൊക്കെയാണ് അണ്ണൻ പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. ധൈര്യമുണ്ടെങ്കിൽ ലൈവ് ന്യൂസിനിടയിൽ ഫോൺ വിളിക്കാൻ അരുൺകുമാറിനെ വെല്ലുവിളിച്ചിട്ടൊക്കെ ഉണ്ട് ആശാൻ. അരുൺകുമാർ എന്തായാലും ഭാര്യയെ ഫോൺ ചെയ്യണമെന്നാണ് എന്റെ ഒരു ഇത്. ഇത്രയും അപമാനിച്ചതല്ലേ, തിരിച്ചു 2 വർത്താനം പറയാൻ അരുണേട്ടാ. കിട്ടിയ ചാൻസ് ആണ് കേട്ടോ, മിസ്സാക്കണ്ട. എന്തായാലും അരുൺകുമാർ ഭാര്യയെ ഫോൺ ചെയ്യുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിലേക്ക് പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.